അത് നല്ല ഉശിരുള്ള സാധനമാണല്ലോ. റമദാൻ മാസം ഒന്നായിട്ട് നമുക്കൊരു വൈബ് കിട്ടിയതാണിത്. ഒരു 1.5 വൈബായിപ്പോയി. വല്ലാത്ത ജാതി. ഈ പൈപ്പൊക്കെ ഇങ്ങനെ കിടക്കണ കണ്ട അതേപോലെ തോന്നാറുണ്ട്. ഏതാ മുതൽ നോക്കിയാണേ. കാണികളൊക്കെ കൂടി, അഭിപ്രായങ്ങളൊക്കെ കൂടി. അങ്ങനെ ഗൈസ് നമ്മളെ പാമ്പ് പിടുത്തക്കാരൻ ബാവ പാമ്പ് പിടിക്കുന്ന യന്ത്രങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. മിലൂസ് അവിടെ നിന്ന് മാറിക്കാളെ, പാമ്പ് പിടുത്തക്കാരനാണ് വരുന്നത്, എന്നെ പിടിച്ച് കൊണ്ടുപോകും. അത് നിങ്ങളെ പേടിപ്പിച്ചാണ്. അത് നല്ല വേദന ഉണ്ട് തോന്നുന്നുണ്ട്. അത് കഴുത്ത് മുറുകിക്കണ് നല്ലോ. ചിരിക്കല്ല ലമ്യ, മുണ്ടല്ല ലമ്യ. അതിന് പൊടിച്ച് വളച്ച് തിരിച്ച് എത്താപ്പോ ഇത്ര പണിയുള്ളൂ ഇതില്ലേ. ഇപ്പൊ ഏത് പാമ്പ് വന്നാലും നമ്മളിങ്ങനെ കാട്ടിയാൽ മതില്ലേ. അല്ലാത്ത ജാതി. നല്ല ഞാനൊരു 5-6 പ്രാവശ്യം അതിന് ഇവിടുന്ന് പായിപ്പിച്ചാണ്. ചെരക്കല്ല് വാരി എറിയലാണ്. ഇപ്രാവശ്യം ഇപ്പോൾ എറിഞ്ഞിട്ട് പോവില്ലല്ലോ. നിങ്ങളെ വിളിക്കല്ലാതെ വേറെ വഴിയില്ല. അത് നല്ല ഉശിരുള്ള സാധനമാണല്ലോ. അവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്, ശീലം അതിൻ്റെ ഉള്ളിൽ കാക്കാണ്. അതൊരു പെട്ടിക്ക് കയറുന്നു. അതിപ്പോ ഈ ചേരായതുകൊണ്ട് നിങ്ങൾ നെവറാക്കണാണോ? ചേരായതുകൊണ്ട് നെവറാക്കണോ? തീരുമാനമായി. അപ്പോൾ അതാ ഇവിടെ പാമ്പൂടെ സഞ്ചിയിലാക്കി. അപ്പോൾ എവിടെ പാമ്പുണ്ടെങ്കിലും ബാവാനെ വിളിച്ചോളിട്ടാ അല്ലേ. അതിനിപ്പോൾ ചൂടുകാലമാണ്, ഇഷ്ടംപോലെ പാമ്പുകൾ എല്ലായിടത്തും ഇറങ്ങും. അപ്പോൾ ബാവാനാണ് വിളിച്ചോളി. നമ്മളെ ഏറനഗർ പഞ്ചായത്ത്, വേങ്ങര, കൊണ്ടോട്ടി അല്ലേ, ഈ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും ബാവാനെ വിളിച്ചാൽ ചില ആളുകൾക്ക് പേടിയേക്കാരും. പാമ്പിനെ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടി, എങ്ങോട്ട് പോകേണ്ടി, ആരെ വിളിക്കേണ്ടി, കൊല്ലണോ? അപ്പോൾ ബാവാനെ നമ്പറിലാണ് വിളിക്കുക. ബാവ പറന്നെത്തും. ഇതാ അതേപോലെ ചാക്കിലാക്കിയാണ് കൊണ്ടുപോകും. സിമ്പിളായിട്ട് പിടിച്ചാണ്ട് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. അതിലങ്ങോട്ട് വിളിച്ചോളി കേട്ടാ. സെറ്റല്ലേ? സ്വന്തമായിട്ട് കാക്കച്ചിക്കുള്ള ആളാ. കാക്കച്ചി കൊടുക്കൂലേ? മൂപ്പര് ഇതെന്ത് ചെയ്യലിഞ്ഞേ? ഫോറസ്റ്റ് ഏൽപ്പിക്കും. മൂപ്പര് വീട്ടിൽ പോയാൽ കാണാം പെട്ടിയിൽ ഇഷ്ടം പോലെ.